ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ യുഎസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് വിദേശ കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗാതുരത കുറഞ്ഞ സമൂഹമായി കേരളത്തെ മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് 1000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് മാധ്യമ ഇടപെടലുകൾ ആവശ്യമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലെയ്ഡ് 1B രാജ്യത്ത് ആദ്യമായി മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 4ാം റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ പൊതുധനകാര്യത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുന്നതിൽ സിഎജി സുപ്രധാന പങ്കുവഹിക്കുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡൽഹിയിൽ 16ാമത് ഏഷ്യൻ ഓർഗനൈസേഷൻ ഓഫ് സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഭരണഘടനാ നിർമ്മാതാക്കളുടെ ചിന്തകൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാൻ രാജ്യത്തെ സിഎജികൾക്ക് സാധിച്ചതായും ശ്രീമതി മുർമു പറഞ്ഞു. 3 ദിവസത്തെ യുഎസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. വിൽമിംഗ്ടണിൽ 4ാമത് ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി വിവിധ രാഷ്ട്ര നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിച്ചു. ഇന്നലെ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നടന്ന ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്തു. ആഗോള നന്മയ്ക്കായി ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ പങ്കിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ വ്യക്തമാക്കി. ആഗോള സംഘടനകളിൽ പരിഷ്കാരങ്ങൾ വേണമെന്നും ശ്രീ മോദി പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് വിദേശ കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ പദവി താമസിയാതെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കിയാലിന്റെ വാർഷിക പൊതുയോഗത്തിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂരിൽ നിന്ന് സർവീസുകൾ വർദ്ധിപ്പിക്കുന്നതിന് വിമാന കമ്പനികളുമായി ചർച്ച നടത്തിവരികയാണ്. എയർപോർട്ട് സർവീസ് ഇന്റർനാഷണൽ നടത്തിയ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി സർവേയിൽ കണ്ണൂർ വിമാനത്താവളം ഇന്ത്യയിലെ മികച്ച 3 വിമാനത്താവളങ്ങളുടെ പട്ടികയിലും ആഗോളതലത്തിൽ ആദ്യ 10ലും ഇടം നേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രോഗാതുരത കുറഞ്ഞ സമൂഹമായി കേരളത്തെ മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. ജീവിതശൈലി രോഗങ്ങളാണ് ആരോഗ്യമേഖല നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും ഇത് പരിഹരിക്കാൻ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ് കേന്ദ്രങ്ങളെ ജില്ലാ മെഡിക്കൽ കോളേജുകളാക്കാനും ശ്രമം നടക്കുന്നു. ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനുള്ള നടപടികൾ നടന്നുവരുന്നു. സംസ്ഥാനത്ത് 1000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്ന് കോട്ടയം വാഴൂർ ആയുർവേദ ആശുപത്രിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് മാധ്യമ ഇടപെടലുകൾ ആവശ്യമാണെന്ന് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും യുണിസെഫും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലെയ്ഡ് 1B സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. യുഎഇയിൽ നിന്ന് കഴിഞ്ഞയാഴ്ച കേരളത്തിലെത്തി മലപ്പുറത്ത് ചികിത്സയിലുള്ള യുവാവിൽ ഈ വകഭേദം കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. മലപ്പുറത്ത് ചികിത്സയിൽ കഴിയുന്ന രോഗിയിൽ കണ്ടെത്തിയത് എംപോക്സിന്റെ അതിവേഗം വ്യാപിക്കുന്ന വകഭേദമാണെന്ന് വ്യക്തമായതോടെ കനത്ത ജാഗ്രതയ്ക്കാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യാപനശേഷി കൂടുതലുള്ള ഇനമായതുകൊണ്ട് തന്നെ രോഗിയുമായി ഇടപഴകിയവർ കർശന നിരീക്ഷണത്തിലാണ്. പശ്ചിമ ആഫ്രിക്കയിൽ കണ്ടെത്തിയ ഈ വകഭേദം ഇന്ത്യയിൽ ആദ്യമായാണ് സ്ഥിരീകരിക്കുന്നത്. അതിനിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള എംപോക്സ് ബാധിതന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് എംപോക്സ് സംബന്ധമായ പ്രതിരോധത്തിനും ഫലപ്രദമായ ചികിത്സയ്ക്കുമായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കേസുകൾ കൂടുകയാണെങ്കിൽ അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർപോർട്ടുകളിൽ ഉൾപ്പെടെ നിരീക്ഷണം ശക്തിപ്പെടുത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. എംപോക്സ് ലക്ഷണങ്ങളോടെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിൽ നിരീക്ഷണത്തിലായിരുന്ന ആളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ 2 പരിശോധനയിലും രോഗമില്ലെന്നാണ് കണ്ടെത്തൽ. ബഹ്റിനിൽ നിന്ന് ഒരാഴ്ച മുൻപെത്തിയ ആളാണ് ചികിത്സയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 4ാം റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-ന് കാലിക്കറ്റ് എഫ്സി തൃശൂർ മാജിക് എഫ്സിയെ നേരിടും.
കേന്ദ്ര സർക്കാരിന്റെ പോഷൺ അഭിയാന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പോഷൺ മാസാചരണം രാജ്യത്ത് സജീവമായി പുരോഗമിക്കുന്നു. സെപ്റ്റംബർ 1 മുതൽ 30 വരെയാണ് മാസാചരണം. സംസ്ഥാനത്ത് അങ്കണവാടികളും ആരോഗ്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വിളർച്ച ഒഴിവാക്കാനും പോഷകസമൃദ്ധമായ ആഹാരം ശീലമാക്കേണ്ടതുണ്ടെന്ന് പോഷകാഹാര വിദഗ്ധ ശുഭശ്രീ പ്രശാന്ത് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. തെറ്റായ ഭക്ഷണ രീതിയിലൂടെ വേണ്ടത്ര പോഷകം ലഭിക്കാതെ വരുമ്പോൾ വളർച്ചാ മുരടിപ്പിന് കാരണമായേക്കാം. ഈ കാലയളവിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ദിവസേനയുള്ള ആക്ടിവിറ്റീസ്, സ്റ്റഡീസ്, അതുപോലെ തന്നെ മെൻസ്ട്രൽ ഹെൽത്ത്, ബോൺ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, പ്രതിരോധ ശേഷി എന്നിവയ്ക്കെല്ലാം അയൺ, കാൽഷ്യം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, വിറ്റാമിൻ ബി കോംപ്ലക്സ്, മറ്റ് ആന്റി ഓക്സിഡന്റ്സ്, ഫൈറ്റോന്യൂട്രിയൻസ് എന്നിവയുടെ എല്ലാം ആവശ്യകത വളരെയധികമാണ്. ആയതിനാൽ ഈ കാലയളവിൽ കൃത്യമായും ക്രമമായുമുള്ള ഒരു ഭക്ഷണ രീതി സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. കൃത്യമായ വ്യായാമം ശീലമാക്കുന്നതും നല്ലതാണ്. കൃത്യമായ തോതിൽ വെള്ളം കുടിക്കേണ്ടതും അനിവാര്യമായി തന്നെ കാണുക. യുവനടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടനുമായ സിദ്ദിഖിന്റെ ജാമ്യ ഹർജി തള്ളി ഹൈക്കോടതി. ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഇതോടെ കേസിൽ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നേരത്തെ വാദം കേട്ടിരുന്നെങ്കിലും വിധി പറയുന്നത് മാറ്റിവെക്കുകയായിരുന്നു. പീഡനക്കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി നടനും MLAയുമായ മുകേഷ്. ഇന്ന് രാവിലെ അഭിഭാഷകനൊപ്പമാണ് മുകേഷ് കൊച്ചിയിൽ AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായത്. സിനിമയിൽ അവസരവും സിനിമാ സംഘടനയിൽ അംഗത്വവും വാഗ്ദാനം ചെയ്ത് പീഡനം നടത്തിയെന്ന നടിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ. മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കേസിൽ മുകേഷിന് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് തെരച്ചിൽ നടക്കുന്ന ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കാലാവസ്ഥ കൂടി പരിഗണിച്ച് മാത്രമേ അർജുനെ കണ്ടെത്താൻ ഇന്ന് തിരച്ചിൽ നടത്തൂ എന്ന് അധികൃതർ അറിയിച്ചു. ഗംഗാവലി പുഴയുടെ തീരമേഖലയിലടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ 100 ദിനം പൂർത്തിയാക്കി. അടിസ്ഥാന സൌകര്യം, സാമൂഹ്യക്ഷേമം, കർഷകർ, മധ്യവർഗ്ഗക്കാർ, സ്ത്രീകൾ, യുവജനങ്ങൾ എന്നിവർക്കായി ഇതിനകം 15 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്ക അവസ്ഥയിലുള്ള സ്ത്രീകൾക്കായി പദ്ധതികൾ നടപ്പാക്കി വരുന്നു. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി കാണാനുള്ള പവലിയനുള്ള നിർമ്മാണം അന്തിമഘട്ടത്തിൽ. നെഹ്റു പവലിയനിലെ പന്തൽ നിർമ്മാണം നാളെ പൂർത്തിയാകുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. നെഹ്റു പവലിയന് മുന്നിലുള്ള ഷീറ്റ് മാറ്റുന്ന ജോലികൾ പൂർത്തിയായി. പവലിയനിൽ 10ഓളം ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. മാധ്യമപ്രവർത്തകർക്കും വിവിധ നിരകളിലെ ടിക്കറ്റുകാർക്കുമുള്ള ഇരിപ്പിട സൌകര്യം തുടങ്ങിയവ ഇന്നലെ ജില്ലാ കളക്ടർ വിലയിരുത്തി. മിഠായി പദ്ധതി വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസുലിൻ, സ്ട്രിപ്പ് തുടങ്ങിയവ കഴിഞ്ഞ 2 മാസമായി സൌജന്യമായി ലഭിക്കുന്നില്ലെന്ന പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. കോഴിക്കോട്ടെ മിഠായി ക്ലിനിക്കിനെതിരെയാണ് പരാതി. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മായിലിനെ കൊച്ചിയിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഈ മാസം 11-നാണ് ഷാനു ഹോട്ടലിൽ മുറിയെടുത്തത്. ഇയാൾക്കെതിരെ തിരുവനന്തപുരം സ്വദേശിയായ നടി പീഡന പരാതി നൽകിയിരുന്നു. ലോറികളിൽ മാലിന്യം കൊണ്ടുവന്ന് ചെങ്കൽ ക്വാറികളിൽ തള്ളുന്നുവെന്ന പരാതി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കണ്ണൂർ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മാലിന്യം തള്ളുന്ന ക്വാറികളിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തും. ഒക്ടോബർ 2-ന് തുടങ്ങുന്ന മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ജില്ലാതല നിർവാഹക സമിതി യോഗത്തിലാണ് കളക്ടർ നിർദ്ദേശം നൽകിയത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് നാളെ മുതൽ ഒക്ടോബർ 1 വരെ KYC അപ്ഡേഷൻ നടത്താം. ഗുണഭോക്താക്കൾക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ സഹിതം റേഷൻ കടകളിൽ നേരിട്ടെത്തി അപ്ഡേഷൻ നടത്താനാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ US സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് വിദേശ കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ പദവി വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗാതുരത കുറഞ്ഞ സമൂഹമായി കേരളത്തെ മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് 1000 യോഗ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും മന്ത്രി. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് മാധ്യമ ഇടപെടലുകൾ ആവശ്യമെന്ന് മന്ത്രി GR അനിൽ. എംപോക്സിന്റെ പുതിയ വകഭേദമായ ക്ലെയ്ഡ് 1B രാജ്യത്ത് ആദ്യമായി മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനം അതീവ ജാഗ്രതയിൽ. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന്റെ 4ാം റൌണ്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.